പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയിലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഓ തുടക്കം ഇങ്ങനെയാണ്, ഇനി അങ്ങോട്ട് പോകുന്നതോറും എന്തായിരിക്കും അല്ലേ? ഗംഭീരമായിരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഇത് ഐറ്റം വേറെ തുടങ്ങിയിട്ട് 2 വർഷം ആയിട്ടില്ല. പക്ഷെ നമുക്ക് 2 ഓണം കിട്ടി. ഇത് നമ്മുടെ 2ാമത്തെ ഓണമാണ്. തീർച്ചയായിട്ടും അല്ലേ? അത് നമ്മള് ഇരട്ടി മധുരത്തോട് ഈ ഓണം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള മധുര പലഹാരങ്ങളാണ് ഈ നിൽക്കുന്നത്. വിശേഷത്തിന് ഞാൻ ഏത് പലഹാരം അതിൽ പെടുപെടാ. ഈ ചില പിന്നെ ജിലേബിക്കകത്ത് ഒരു മുന്തിരി വെക്കുമല്ലോ, നീ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇക്കയാണോ മുന്തിരി? ഞാനാ മുന്തിരി. മുന്തിരിയും കാഷ്യൂവും ഇത് ഏത് സ്വീറ്റിന്റെ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം, ഉപയോഗിക്കാം. വളരെ റിച്ച് ആയിട്ടുള്ള ജയതിഷേട്ട പാട്ട് നന്നായിരുന്നു. ഇതിന് ചലഞ്ച് ചെയ്തോണ്ട് ഇന്ന് മുകേഷ് ചേട്ടന്റെ ഓണപ്പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതെന്താണെന്നറിയോ, കുറെ കാലമായിട്ട് മുകേഷ് ചേട്ടൻ ഇങ്ങനെ ഓങ്ങി വെച്ചേക്കുക. കാരണം എല്ലാ ഷോയിലും വരുന്നു ജഗദീഷേട്ടൻ പാടുന്നു, എല്ലാ ഷോയിലും വരുന്നു ജയചേട്ടൻ പാടുന്നു. ഇന്ന് ഈ ഓണത്തിന് ഇവിടെ കൊല്ലത്തുനിന്നൊരു പൊളി പൊളിക്കും. അല്ല, ശ്രീനിവാസൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമയ്ക്ക് നൽകിയ സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കാത്ത കുറെ സിനിമകളുണ്ട്, അത് അഭിനയിക്കാതിരുന്നതാണ്. അതേപോലെ ഞാൻ കലാകേരളത്തിന് നൽകിയ സംഭാവനയാണ് ഇതേപോലെ പാട്ട് പാടുന്നത്. പക്ഷെ ഒരു പാട്ടൊക്കെ ഇന്ന് അല്ലേ? ഉറപ്പല്ലേ? ഇന്ന് ഉറപ്പാണ്. ഒരെണ്ണം എന്തായാലും ഒരു പാട്ട് ഇന്ന് മുകേഷ് ഞാനും ആഗ്രഹിക്കുന്നു കേട്ടോ. മുകേഷ് സമയം ഉണ്ടെങ്കിൽ ഒന്ന് പാടും. അതെ, എനിക്ക് ഒരു പെട്ടെന്നൊരു സീനാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളെല്ലാരും കൂടെ പിടിച്ചിട്ട് കുറെ മീഡിയയുടെ മുമ്പിലോട്ട് എന്നെ വലിച്ചു, അത് മുറിച്ചു. മുകേഷ് ഒരു ഈസി പാട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പാടുന്ന ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ. ഗംഗേ ഈസിയാണ്. അത് അത്യാവശ്യം അങ്ങ് പോയല്ലേ ഗംഗ? അത് പാടിയാ ചിലപ്പോ നമ്മൾ ഏറി കയറും. അല്ല, ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ എത്ര കോടി രൂപയാണെന്നറിയോ ഈ ഗംഗ മലിനീകരണം ഇതെല്ലാം കൂടെ ചേർത്തായിരിക്കുന്നു. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി പാട്ട് പാടിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പൊ പാടി കാണിച്ചത്. അതായത് മജാക്ക് പാട്, ബാക്കിൽ തോക്ക് വെച്ചിരിക്കാം. എന്റെ അമ്മോ, ഇന്ന് മൊത്തത്തിൽ നമ്മള് പാട്ട് പാടി കളറാക്കിയിരിക്കും. പാട്ട്, ഡാൻസ്, സ്കിറ്റ് എല്ലാം ഉണ്ടല്ലോ. എല്ലാം എന്റർടൈനിങ് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ടല്ലേ. അതിന്റെ തുടക്കം എന്നോണം നമ്മളുടെ ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ ഒരു സ്നേഹം നമ്മൾ ചേച്ചിയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്, നാഷണൽ അവാർഡ് വിൻ ചെയ്തതിന്. അപ്പം ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങളത് സമർപ്പിക്കുന്നത്. എല്ലാ പുരസ്കാരങ്ങൾക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. എനിക്ക് കിട്ടിയതിൽ അതൃപ്തിയല്ല പറഞ്ഞത്. ഒരു ജൂറിയിൽ നിന്നും എന്താ പറയുക, നീതിപൂർവമായ ഒരു സംഭവം ഉണ്ടാവണം. അതാണല്ലോ സർക്കാർ അവരെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പുറകെ വരുന്നവർക്കൊരു പ്രോത്സാഹന സമ്മാനം പോലും കിട്ടാതെ വരും. അതിനി ഉണ്ടാകാതിരിക്കാൻ ഓർമ്മപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അത് സ്വീകരിക്കില്ലെന്നോ അതെനിക്ക് ഭയങ്കര അതൃപ്തിയായെന്നോ അല്ല. കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചവരെ കാറ്റഗറൈസ് ചെയ്യുമ്പം സപ്പോർട്ടിങ് ആക്കിയാൽ സപ്പോർട്ടിങ് ആക്ടേഴ്സിന് എന്താണ് പ്രതീക്ഷ? നാളെ ചിലപ്പോൾ ഞാൻ തന്നെ ഒരു റോൾ അങ്ങനെ ചെയ്തെന്നിരിക്കും.
അതുകൊണ്ട് ആ ജൂറിയോടുള്ള എൻ്റെ ചോദ്യം, അതെൻ്റെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊരിക്കലും സർക്കാരിനോടോ അവാർഡിനോടോ ഉള്ള നിഷേധമല്ല. അല്ല, എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ആ ലിസ്റ്റിനകത്ത് തന്നെ മെയിൻ ആക്ട്രസ്, സപ്പോർട്ടിംഗ് ആക്ട്രസ്, സപ്പോർട്ടിംഗ് ആക്ടർ എന്നൊക്കെ എഴുതിയിരിക്കും. അപ്പോൾ എന്തായാലും ഇത് മെയിൻ ആക്ട്രസ് എന്ന് തന്നെ ആയിരിക്കുമല്ലോ എഴുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. കുട്ടിയേട്ടനും അങ്ങനെ തന്നെയാണ്, എനിക്കും അങ്ങനെയാണ്. ഇത് 1-ാം തവണ അല്ല നടക്കുന്നത്. ഉത്തരേന്ത്യൻ ജൂറികളിൽ നിന്നും ഇത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്. ചേച്ചി, എനിക്കൊരു സംശയം. എൻ്റെ ഒരു ഇതാണ്, അതായത് ചേച്ചി അവാർഡ് കിട്ടിയപ്പോൾ വലിയ സന്തോഷിച്ചിട്ടുണ്ട്. ആ സന്തോഷ നിമിഷത്തിൽ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു വേദിയിൽ ജഗദീഷ് ചേട്ടൻ്റെ പാട്ട് കഴിഞ്ഞ് ചേച്ചിക്ക് പൊന്നാട അണിയിക്കുന്നു, അതിനുശേഷം മുകേഷ് ചേട്ടൻ്റെ പാട്ട് വരുന്നു, ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുമെന്ന് ചേച്ചി എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ? ഒരിക്കലും. അതാണല്ലോ കലാകാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇങ്ങനെ ഒരു ഇത് ദുസ്വപ്നത്തിൽ വിചാരിച്ചു. അല്ല, ഇപ്പൊ എന്താ പറയുക, ജഗദീഷേട്ടൻ ഇപ്പൊ ഒരു അവാർഡിനെ കുറിച്ചൊരു പാട്ട് അത് ആലോചിച്ചോണ്ടിരിക്കുക, അതൊന്നും മിണ്ടാത്ത. അവാർഡ് നേടിയ ഉർവശിക്കായിരം അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ഇൻക്ലാബ് സിന്ദാബാദ്. ഒന്നാമത് ഈ അഭിവാദ്യങ്ങൾ എന്ന് പറയാൻ 3 പ്രാവശ്യമേ പറയാവൂ. ഞാൻ ഈ ഉർവശി ഇങ്ങനെ എടുത്ത് മറുപടി പ്രസംഗം പറയുമ്പം ഞാൻ പ്രാർത്ഥിച്ചു, പുരസ്കാരം എന്നൊരു വാക്ക് അവസാനം പറയരുതേ എന്ന കാര്യം. പുരസ്കാരം അതിനകത്ത് കയറി പിടിക്കും. പക്ഷേ അങ്ങനെ പിടിവള്ളി ഒന്നും വേണ്ട ചേട്ടന്, പിടിക്കും. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് എറണാകുളത്തൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടീം ഇന്നത്തെ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് ഫ്ലവേഴ്സിൻ്റെ ഈ ഓണപരിപാടിക്ക് വിട്ടിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും ഓണാശംസകൾ. അതായത് ആ ചിത്രത്തിൻ്റെ നവാഗത സംവിധായകനായ സഫർ, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി, വിജയരാഘവൻ ഉൾപ്പെടെയുള്ള എല്ലാ ടീമും, പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊഡ്യൂസർ അജിത്, സിനിമയുടെ പേര് ആശ. അപ്പം അവരാണ് എല്ലാവരോടും പറയണം, മുകേഷ് ചേട്ടനോടും അജയനോടും ജഗദീഷ് ചേട്ടൻ, നിങ്ങൾ എത്ര പേരോടും, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നതിൽ എല്ലാവരോടും, പിന്നെ ഫ്ലവേഴ്സിൻ്റെ പ്രേക്ഷകർക്കും എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓണാശംസകൾ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം അവർ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് വിട്ടതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഓണാഘോഷം നടത്താൻ പറ്റും. നമുക്ക് ഒത്തിരി സന്തോഷം. നമ്മുടെ നന്ദി സ്നേഹവും നമ്മൾ ആശ ടീമിന്റെ എല്ലാവരും അറിയിക്കുന്നു. നമ്മളുടെ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഓക്കെ, നമ്മൾ സീറ്റിലേക്ക് പോകുന്നു. ഓക്കെ. ിത്തൈ